ഉത്തർപ്രദേശിലെ സംഭലിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടെ കണ്ടെത്തിയ ക്ഷേത്രത്തിൽ നിത്യാരാധന ആരംഭിച്ചു. ക്ഷേത്രത്തിൽ ആരാധനയ്ക്കെത്തുന്നവരെ തടഞ്ഞാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ വ്യക്തമാക്കി. 46 വർഷം മുസ്ലിം വിഭാഗങ്ങൾ ചേർന്ന് കെട്ടിയടച്ചിരുന്ന ക്ഷേത്രം പോലീസിന്റെ സഹായത്തോടെയാണ് റവന്യൂ അധികാരികൾ വീണ്ടെടുത്തത്. സംഭലിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടയിലാണ് ശിവക്ഷേത്രം കണ്ടെത്തിയത്. ഇസ്ലാം മത വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ക്ഷേത്രം കയ്യേറി കെട്ടിയടച്ചു വെച്ചിട്ട് 46 വർഷങ്ങൾ പിന്നിട്ടു. കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ചു. ഇതോടെ ക്ഷേത്രത്തിൽ നിത്യാരാധനയും ആരംഭിച്ചു. പ്രദേശത്ത് താമസിച്ചിരുന്ന ഹൈന്ദവ കുടുംബങ്ങളിൽ ഭയം സൃഷ്ടിച്ച് അവിടെ നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിതരായതോടെയാണ് ക്ഷേത്രം കയ്യേറിയതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പറഞ്ഞു. ഇനിമേലാൽ ക്ഷേത്രത്തിൽ ആരാധനയ്ക്കെത്തുന്നവരെ തടഞ്ഞാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. देखिए, उत्तर प्रदेश के संभल में जो 4 दशक से अधिक समय तक हनुमान जी का मंदिर, शिव जी का मंदिर बंद करके रखा गया था, एक भय का माहौल पैदा करके वहाँ से हिंदुओं को पलायन करने के लिए मजबूर किया गया था। वह खुलने के बाद जहाँ लोगों में खुशी है और विश्वास है, वहीं दूसरी ओर ऐसा लगता है कि इस प्रकार से कहीं पर भी कोई घेर करके, बंद करके, भय दिखा करके उत्तर प्रदेश में मंदिर हो या कोई अन्य धार्मिक स्थल हो, सार्वजनिक स्थल हो, किसी को कब्जा करके, छिपा करके और लोगों को वहाँ जाने से रोक करके कुछ किया है, तो उसको पता करके, ये कोई विवाद का विषय नहीं है, लेकिन जहाँ भगवान है उनका भोग लगता है, जो सार्वजनिक स्थल है उसका सार्वजनिक रूप से उपयोग होता है। अब भय के बल पर, धमकी के बल पर डरा करके जो कब्जे किए गए थे या जो वहाँ से रहने वाले हिंदुओं को या धर्मावलंबियों को पलायन करने के लिए मजबूर किया गया था, अब वो समय समाप्त हो. പൂജാരിമാർക്കാർക്കും തന്നെ ക്ഷേത്ര പരിസരത്ത് താമസിക്കാൻ കഴിയാതായതോടെ 1978 ക്ഷേത്രം അടയ്ക്കുകയായിരുന്നു എന്നാണ് ഭക്തർ വ്യക്തമാക്കുന്നത്. അതേസമയം സംഭലിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. സമാനമായി നിരവധി ക്ഷേത്രങ്ങൾ കയ്യേറിയിട്ടുണ്ടെന്നാണ് ഭക്തരുടെ പരാതി. ജനം, ഡൽഹി.